എല്ലാവർക്കും ഇന്ന് ഉത്രാടദിന ആശംസകൾ. ഒന്നാം ഓണ ആശംസ. നമ്മൾ നല്ല സന്തോഷത്തിലാണ്. നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണം. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. നമ്മളെ വീട്ടിൽ നാളെയാണ് ഓണം ആഘോഷിക്കുന്നത്. നമ്മളെ ചേച്ചീൻ്റെ വീട്ടിലാണ് ഓണം. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാരും വെള്ള ഡ്രസ്സിലാണ് കേട്ടൊന്ന്. അപ്പൂസ് വെള്ളായിട്ടേ ഇവിടെ ഇരിക്കാനൊരു മടി. ഡ്രസ്സിൽ ചളിയാവും വിചാരിച്ചിട്ട് നീറ്റ് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെയല്ല, രാവിലത്തെ മഴയ്ക്കൊക്കെ ചെറിയ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓണക്കോടിയാണ് കേട്ടോ അത്. ഞാനിങ്ങനെ ബിറ്റ് എടുത്തിട്ട് ഇത് തയ്പ്പിച്ചതാണ് കേട്ടോ. അടുത്തുള്ള താത്തപ്പൊരു വെറൈറ്റി ആക്കിയതാണ് കഴുത്തൊക്കെ. അമ്മക്ക് ഇന്നത് കഴിഞ്ഞ വർഷം വാസേട്ടം അമ്മ ഇതൊന്നും പിന്നെ കൂടിയിട്ടില്ല. സന്തോഷേട്ടനാണ് ഇത് കുത്തി വെച്ചു കൊടുത്തത്. കഴിഞ്ഞ വർഷം ഓണത്തിന് വാസേട്ടം കൊടുത്ത ഓണക്കോടിയാണിത്. അമ്മ ഈ വർഷം ഓണത്തിനാണ് എടുക്കണേ. കഴിഞ്ഞ വർഷം നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അമ്മ നീട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരിയാണ്. അപ്പം അതിക്ക് തന്നെ ബ്ലൗസും ഉണ്ടായിരുന്നു മെറൂണ്. അപ്പം അത് മാച്ചായിട്ടോ. അമ്മ ഒന്ന് നീച്ച് കാണിച്ചു കൊടുത്തേ. അടിപൊളിയാണ്. ശരിക്കും നമ്മള് ഒരു കടയിൽ നിന്ന് നമുക്ക് പോലെ വക സ്പോൺസർ തന്നാണ് അല്ലേ, ഗിഫ്റ്റ് തന്നതാണ് അവിടുന്ന് ഓണക്കോടി. അപ്പോ വെള്ളം ഇതുവരെ എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സിലൊരു വെള്ള പുള്ളി പോലും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പൊ സന്തോഷേട്ടൻ ഒരു വെള്ളക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പൊ എടുത്തപ്പോഴൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു വെള്ള വേണം. അങ്ങനെ വെള്ളമൊക്കെ ഒരു ചളിയിലൊക്കെ പെട്ടെന്ന് അറിയാലോ. പിന്നെ തയ്ച്ചിട്ടപ്പോ തയ്ച്ച ആളും എല്ലാരും പറഞ്ഞു നല്ല രസമുണ്ട്, ഇങ്ങനെ കഴുത്തിനൊക്കെ വെച്ചപ്പോ വൃത്തിയുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മാച്ചായി കിട്ടിട്ടോ. പിന്നെ എല്ലാവരും ആഗ്രഹിച്ചത് നമുക്കൊരു വീടുണ്ടായിട്ട് അല്ലെ, അടുത്ത വർഷം ആ വീട്ടിലാണ് ഓണം. അപ്പൊ അതിന് നമുക്ക് ഒന്നാം ഓണം കൂടാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിന് കുറെ പറഞ്ഞു പായസാക്കണം എന്നൊക്കെ പറഞ്ഞു ആൾക്കാര് കൊടുക്കണ്ട. അപ്പൊ അതൊക്കെ മാതിരി നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം നാളെയാണ്. അപ്പൊ അതിന്റെ പരിപാടിയിലൊക്കെയാണ് നമ്മള് അല്ലെ. ഇന്നും നാളെ നാളെ ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും തിരക്കാവും പോലെ ഓണൊക്കെ ഇട്ട്. നമ്മളിന്ന് ചേച്ചിന്റെ അവിടെ ഓണം കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ അങ്ങോട്ട് എത്താം. പിന്നെ അമ്മേന്റെ ചേച്ചിന്റെ പിറന്നാളും കൂടിയാണ് ഉത്രാടം. അപ്പൊ അവിടെ പോണം കരുതുന്നുണ്ട്. എന്താ വെച്ചാല് അങ്ങോട്ട് സർപ്രൈസ് കൊടുത്ത് അങ്ങോട്ടും ചിലപ്പോ ഒന്ന് പോകും. വല്യമ്മടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. വല്യമ്മയ്ക്ക് സന്തോഷമാവും. നമ്മള് ചെല്ലാനും പറഞ്ഞ പോലെ ആരും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരാനും കൂടാനൊക്കെ ഞങ്ങളൊക്കെ തന്നെയുള്ളൂ. അമ്മക്ക് ഇപ്പൊ പറ്റുന്ന സാഹചര്യം അമ്മ എത്തിയിട്ടുണ്ടാവും. ഏതായാലും എല്ലാരും നമുക്ക് നമ്മളെ വീഡിയോ കാണാൻ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു വീടൊക്കെ ആക്കി പുതിയ ഓണയിൽ കൂടാൻ പറ്റിയാല് എല്ലാരോടും നന്ദി പറയണം. നന്ദി അല്ലാതെ വേറെ നമ്മൾ പറയാ അല്ലെ. വേറെ കൂടുതൽ പറയാനുണ്ട്, പക്ഷേ നമുക്ക് കൂടുതൽ വാക്കുകളില്ലല്ലോ. അതെ, നമ്മളെ ഈ വീട്ടിക്ക് വരാം, എത്തിപ്പെടാനും വരാനൊക്കെ പറ്റുന്നവരൊക്കെ അല്ലേ അമ്മ നാളെ നമ്മളെ വീട്ടിക്ക് വരിക. അപ്പൊ നമുക്ക് ഇനി പോവാം. നമ്മൾ ഇനി പോണത് സന്ദേശിന്റെ വീട്ടിൽ കേട്ടാ. നമ്മുടെ ടൗണിലൊക്കെ നല്ല പരിപാടി നടക്കുന്നുണ്ട്. ഓണപരിപാടി, കടയുടെ ഉദ്ഘാടനം, സന്ധ്യക്ക് പരിപാടിയാ. സന്ധ്യക്ക് നമുക്ക് ഓണക്കോടി എടുത്തിട്ട് വേണം പോവാന്. എല്ലാ പരിപാടി ഉണ്ട് അവിടെ, കുറെ ആൾക്കാരെല്ലാം ഉണ്ട്. അവിടെ വലിയ തറവാടാണ്. അപ്പൊ അവരെല്ലാരും കൂടിയിട്ട് ഓണ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാനത് നമ്മള് നിൽക്കണില്ല കേട്ടാ. നേരെ നമ്മള് സിന്ധേച്ചിലേക്ക് പോണേ. പിന്നെ സിന്ധേച്ചിക്ക് എടുത്തിട്ടുണ്ട് ഓണക്കോടി. ഇപ്രാവശ്യം നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ബാക്കിയുള്ള ആൾക്കാർക്ക്. പിന്നെ അല്ലാതെ നമ്മളെ വീഡിയോയിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നേന്നു. അപ്പൊ രണ്ടാൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സാധനം സ്റ്റോക്ക് കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ അയച്ചെടുക്കണം. എന്നാലും നമ്മൾ ഓണക്കോടിയൊക്കെ ഇട്ട് എല്ലാവരും ഓണം കിട്ടിയോല് ഓണം ആഘോഷിക്കട്ടെ. നമുക്ക് അടുത്ത വർഷത്തിലും കൂടുതൽ കൊടുക്കാൻ കഴിയട്ടെ. എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അമ്മ എന്തൊക്കെ ഉണ്ട് പറഞ്ഞോടക്കി. മുണ്ടാതൊക്കെ ഒരു പാട്ടൊക്കെ ഓണപ്പാട്ടൊക്കെ പാടാതെ നിങ്ങള്. ഓണപ്പാട്ട് ചിലപ്പോ നാളെയാവും. നാളെയൊക്കെ വിചാരിച്ചിട്ടാവും. നമ്മുടെ നാളെ ആഘോഷിക്കല്ലേ. സൗണ്ട് തന്നെ വരില്ലെന്ന്. നമ്മളെ പുട്ടേട്ടം മൂത്തലെ വിളിക്കാൻ തുടങ്ങി. എവിടെ പോകുന്നില്ലേ ചോദിച്ചിട്ട്. സമയം 10:30 ആയിട്ടുള്ളൂ. ഞങ്ങള് 10 മണിക്ക് തന്നെ എത്തുന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ നമ്മളെ ഒരുക്കം കാര്യങ്ങളൊക്കെ
നമുക്ക് സന്ദേശിന്റെ വീട്ടിലേക്ക് കേട്ടോ. വീട്ടിൽ കയറില്ല, അവള് അവിടെ പരിപാടി ആയതുകൊണ്ടേ നല്ല പരിപാടി നടക്കുകയാണ്. ഒരു 10-30 ആൾക്കാരുടെ പോലെ വീട്ടിലമ്മ ഒരു 30 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഒക്കെ പാടെ പോലെ ചെയ്യും. എങ്ങനെയൊക്കെ ഉണ്ടാവണം. എന്തൊരു സൗണ്ട് തോണായിട്ട് മറ്റന്നാ പോണെന്നുള്ള ടെൻഷനിലാണ് നമ്മ. അതൊന്നും ഇല്ല കേട്ടോ ചിന്ത. എല്ലാരും ഉണ്ട് കേട്ടോ, എല്ലാരും ഉണ്ട് ഇവിടെ കൂടിയിട്ട്. നമ്മള് പുതിയ അപ്പളുണ്ട് പുതിയ ഇതാക്കണം അപ്പഴ പറ ഇതാക്കണം. ചിന്തിച്ചെന്താ പുതിയ മാക്സിനകത്ത് അത് എന്റെ ഇതിലുള്ള മാക്സിസ് അറിയാം ആൾക്കാർക്ക്. രണ്ടാമത്തത് മാറ്റിയതാണ് അല്ലേ കാണിച്ചു. ഇതെന്താ ചേച്ചി നമ്മള് സദ്യയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ തുടക്കം ചോറും വന്നല്ലേ. പായസം കണ്ടോളിട്ടോ അടിപൊളി. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ക്യാമറയിൽ രസം സാമ്പാർ തോരൻ പേര് നമുക്ക് നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാ മതി, അപ്പൊ എനിക്ക് മനസ്സിലാവും. ഇതെല്ലാം എലിശ്ശേരി അവിയലുണ്ട്, എല്ലാം ഉണ്ട്. മസാല ഇത് മതി. പിന്നെ പപ്പടതാണ് നമ്മളെ കണ്ട് മോരുണ്ട് ഒക്കെ ഉണ്ട്. പഴവതാപഴം ഒക്കെ ഉണ്ട്. ഓണസദ്യ ഇത്രയൊക്കെ തന്നെ ഓണസദ്യ. ഇന്ന് തൊട്ട് ഇനി നാളെയൊക്കെ ഓണസദ്യ. എന്നോണ 7 ഓണല്ലേ, അതിനൊക്കെല്ലാരും പോകും. എല്ലാവരും വീട്ടിലും കുറെ ഉണ്ടാവണ്ടേ. അപ്പൊ എന്നോണാണ് എല്ലാരും ഇങ്ങനെ പോകും, എല്ലാത്തിനും വിരുന്നുകാരുള്ളവര് പോകും. അപ്പൊ പിന്നെ സ്വാധീനൊക്കെ കൂടി പ്രത്യേകിച്ച് പുറത്തുനിന്ന് എടുക്കാം അല്ലെ. എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മുടെ എന്താ വിശേഷം? ജിസ്റ്റർ ഷർട്ട് ഇടാതെ വരുന്നുണ്ട്. മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇന്നലെ എത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ ഒരാളാറ് ഷർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. ആ ലേറ്റ് ഇട്ട സാറായില്ലേ. ഹാപ്പി ഓണം എന്നാണേ. ഹാപ്പി ഓണം. എങ്ങനെയുണ്ടായിരുന്നു തിരുവാതിരക്കളിയൊക്കെ? സന്ധ്യച്ചി സൗമ്യച്ചിയൊക്കെ ഒരുമിച്ച് ഓരോ കമ്പനിയില് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. സെക്കൻഡ് പോലെ 8 പിന്നെ കമ്പനിക്ക് സെക്കൻഡ് അതാണ്. സൂപ്പറാണ്. ഞാൻ കൂടുമ്പോ എപ്പോഴും കോസ്മോസ് കാണിക്കലില്ലേ, നമ്മളെ അടുത്തുള്ള ഓറഞ്ച് കോസ്മോസ് മന്ദാരത്തിന്റെ ഒപ്പം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഈ കോസ്മോസ് മഞ്ഞയുണ്ട് ഓറഞ്ചും ഉണ്ട്, അതിന്റെ ഒപ്പം കോസ്മോസ് വേറൊരു നീല കളറുള്ള കോസ്മോസും ഉണ്ട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് എന്നോട് ചോദിച്ചിരുന്നു നീല ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണേ പറഞ്ഞിരുന്നു. അപ്പൊ ആ നീല കോസ്മോസ് ആണ് കേട്ടോ ഇത്. ഇതാ ഇതാണ് കോസ്മോസ്, കണ്ടില്ലേ? നീല അടിപൊളിയാട്ടാ. ഇത് നാളെ വന്നപ്പോ ചെറുതായിരുന്നു, ഇപ്പൊ അത് ഉയരം വെച്ച് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ വളച്ച് പിടിച്ചതാണ്. മിന്നു മാമേന്റെ മോളാണ് കേട്ടോ, അമ്മേന്റെ ഏട്ടന്റെ പേരക്കുട്ടി. മാമേന്റെ മോളോ? മോളെ കുട്ടി. അതന്നെ പേരക്കുട്ടി പറഞ്ഞത്. ഇതാണ് വീടേ. ഓളെ അമ്മയൊക്കെ അവിടെ സിന്തേച്ചിന്റെ ഇളച്ചി കൂടിയാണ്. ഇവിടെ പൂവിടലില്ല കേട്ടോ. അപ്പൊ നമ്മളൊക്കെ മരിച്ചിട്ട് പറ്റൂല. അപ്പൊ ഓണത്തിന് ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ എല്ലാരും ഒന്ന് ഒത്തു കൂടും ഇവിടെ, സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ പൂവിട്ട് ഉള്ള പരിപാടികളൊന്നുമില്ല. അപ്പൊ ഇവിടെ തൊഴിലൊക്കെ ഇഷ്ടം പോലെ പൂവാണ്, ഓണപ്പൂവും കോളാമ്പി എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഇവിടുന്ന് പറിച്ചുകൊണ്ടോണം. അപ്പൊ ആ കൂട്ടത്തിലാണ് ഞാൻ ഈ കോസ്മോസിനൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചത്. സ്വാധീനൊക്കെ നോക്കാം. സ്വാതി മിന്നു ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടതാ. എനിക്ക് വളമ്പിട്ട് കാര്യമില്ല. ചേച്ചി ഒന്നും പറയില്ല ചേച്ചി.
ഇപ്പൊ എല്ലാരും പോയോ? രഞ്ജുന് മടി പൊന്നുമണി ക്ലാസ് അവിടെ അമ്മച്ചേ നാളെ വരുമോ അന്ന് വരുമോ എന്താ പ്രശ്നം എന്താ കണ്ടിട്ടുണ്ടാവും എന്താണ് പറഞ്ഞത്? പാൽപ്പായസവും പപ്പടവും പഴം. അതായിട്ടാണ് എല്ലാരും അങ്ങനെയാണ് പായസം കഴിക്കുന്നുണ്ടോ. അപ്പൊ ഞാനും അതൊന്ന് നോക്കുകയാണ്. അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ലട്ടോ. മതി. ഓണപ്പരിപാടി ഉണ്ട് ഇവിടെ. കാണാൻ നിൽക്കണ്ടല്ലോ. ഇല്ല, നമുക്ക് വേറെ പോവാറുണ്ടേ. ചിന്തിച്ചു തരണോ? അങ്ങനെ കാര്യം ഉപ്പൂസേ അമ്മേന്റെ വീട്ടിലെ അമ്മമ്മേന്റെ വീട്ടില് അമ്മേന്റെ പുതിയ വീട് കയറിണ്ട്. പുതിയ വീട് കയറുണ്ട്. സദ്യയൊക്കെ പറഞ്ഞത് കല്യാണം കൊണ്ടുപോയി കല്യാണം കൊണ്ടുവന്നിട്ട് ഉള്ളിൽ കാണാലോ. എവിടെ ചെക്കനവിടെ റൂമ് കേറിയില്ലേ പോയൊക്കെ എന്റെ അച്ഛൻ കണ്ടോട്ടെ എന്നെ ഗൾഫിന്ന്. അച്ഛന് കൈയെടുത്ത ഇങ്ങനെ കൈയ്യോട്ടെ അച്ഛൻ കാണട്ടെ ഗൾഫിന്നേ അല്ലേ. ഒരു വീടും കൂടി ഉണ്ട് അവിടെ. വീട് പണി കാര്യം കൊണ്ട് നിൽക്കാണ് മൂത്താൾക്ക്. നല്ല മഴയാണ് കേട്ടോ. ഇനി അമ്മേന്റെ ചേച്ചീന്റെ വീട്ടിലേക്ക് പോവാണ്. പണി അവിടെ പോയിട്ട് കാണാം. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അമ്മേനെ കണ്ടില്ല. നമുക്ക് ആരാ പറഞ്ഞെടുത്ത അമ്മ? തങ്കമ്മേന്റെ ആരാ പറഞ്ഞെടുക്ക്? തങ്കമ്മേന്റെ അല്ല നമ്മളമ്മായി. ആ അല്ല തങ്കമ്മേന്റെ ആരാ പറഞ്ഞെടുക്ക്?
അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറഞ്ഞ വീഡിയോയില് ശരി. അമ്മായിട്ടോ നമ്മളെ രണ്ടാമത്തെ ഫസ്റ്റത്തെ വല്യമ്മായി, ഫസ്റ്റത്തെ വല്യമ്മായി ഇട്ടത്, രണ്ടാമത്തെ വലുതാണ്. നമ്മളമ്മായിന്റെ കുട്ടിയുടെ അമ്മായിന്റെ മോനെ ഓണക്കോടി കൊടുത്ത് നിക്ക. ഇന്ന് വൈകുന്നേരം കാണാം, ഇന്ന് രാത്രി കാണാം, 7 മണിക്ക് കാണാം രാത്രി. പേര് പറഞ്ഞ പേര് പൂട്ടെ അമ്മ ചേച്ചി ഇതെന്താ ഇവിടെ കണ്ടിരുന്ന നായുണ്ടോ? നായ കളിക്കുന്നുണ്ട്. മനുവിന്റെ നായ സന്ദേശിന്റെ വീട്ടിലാണ്. നടക്കപ്പൂസ പൂക്കളം പനിയാണല്ലേ? പനിയാണ്. അത് ജലദോഷം പിടിച്ചോ? എന്താ രസം? രസം എന്താണ് ചെറിയ കുട്ടിയുടെ ഇതിന്റെ പേരെന്താ? പാറുന്റെ അതേ പ്രായമാണ് തോന്നുന്നത്. കൊണ്ടോണോ ഇതിനെ? കൊണ്ടോണോ? ഇത് സാധാ പൂച്ചല്ലേ? സാധാ പൂച്ച. ഇവിടുത്തെ അമ്മണീന്റെ കുട്ടിയാ. സന്ധ്യക്ക് നല്ല പനിയാട്ടോ. ഓണക്കോടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടിണ്ട്, പക്ഷെ ഓള് എടുക്കാൻ പറ്റില്ല. സൗണ്ട് ചേച്ചീന്റെ അടുത്ത് പോയി ഓണപ്പടക്കം. എന്താ ചേച്ചീന്റെ അടുത്ത് പോയി പോന്നു. ചേച്ചിക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്തൂല. പ്രതീക്ഷിച്ചിട്ടില്ലോ അന്തം വിട്ടിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോ. നമ്മളതിന് പോകണ കുളത്തില്ല. വല്യമ്മേന്റെ കണ്ണ് എറിഞ്ഞിട്ടുണ്ട്. കാരണം വേറൊരു വല്യമ്മയും കൂടി ഉണ്ട് കേട്ടോ, അമ്മേന്റെ ചേച്ചി. അപ്പൊ വല്യമ്മ പെട്ടെന്ന് കണ്ടപ്പോ അമ്മേനെ കണ്ടപ്പോ ആ വല്യമ്മേന്ന് വിചാരിച്ചിട്ടുണ്ട്. മരിച്ചുപോയ അമ്മല്യമ്മ. അപ്പൊ നമ്മള് പെട്ടെന്നൊരു മുന്നിൽ കണ്ടപ്പോ നമ്മൾ ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചിട്ടില്ലാന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വിളിച്ചപ്പോ കൂടി നമ്മള് സൂചന കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായി. എല്ലാ വീട്ടിലും പോയി, അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷായി. നമ്മളെങ്ങോട്ടും ഓണത്തിന് നമ്മളെങ്ങോട്ടും പോയില്ല കേട്ടോ. ഞാന് അച്ഛൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ എവിടേക്കും പോയിട്ടില്ല. ഒരു ഓണത്തിന് ഞാൻ വീട്ടിൽ നിന്ന് വല്ലാതെ ഇറങ്ങൂല. വീട്ടിലേക്കൊക്കെ ഓണം കഴിഞ്ഞിട്ടാണ് പോവല്. ഇന്ന് അതൊക്കെ ആ ഒരു ദിവസം തന്നെ പോയി പോന്നു. അച്ഛൻ്റെ 2 പെങ്ങന്മാരവിടെ പോയി, എൻ്റെ വീട്ടിൽ പോയി, ചേച്ചീൻ്റെ അടുത്ത് പോയി. ചേച്ചീൻ്റെ മകളെ വീട്ടിലും മകന്റെ വീട്ടിലും പോയിട്ടില്ല കേട്ടോ. 2 വീടും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അവിടേക്ക് പോയിട്ടില്ല. അച്ഛൻ്റെ നാടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്നാല് പിന്നെ അച്ഛൻ്റെ കുറേ ഓർമ്മകളാണ്. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അച്ഛനിവിടെ, അച്ഛനുള്ളൊരു ചിന്തയും അച്ഛൻ്റെ വായന്ന് വരുന്ന വാക്കും വാണിയമ്പലം അതന്നെ. ആ ഒരു സ്ഥലപ്പേരും ഇവിടുത്തെ കുറെ നല്ല മനുഷ്യരും ഉണ്ട്. ഓരോ കാക്കാരെ പേരൊക്കെ എപ്പോഴും പറയണേക്കെ. അവരൊക്കെ ഇപ്പൊ കാണാൻ പറ്റുമോന്നറിയില്ല. അല്ലാതെ ആയിട്ട് ഡോക്ടർ പോകാൻ പറഞ്ഞിട്ടില്ല. അവന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് കുളിച്ചിട്ടാ. അതെ, പണി സ്ഥലത്ത് നിന്ന് നടുവത്ത് സന്ദേശിന്റെ അവിടെ നിന്ന് പണി, അവിടെ നിന്ന് പണിയേറിയിട്ട് ഫസ്റ്റ് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആള് ഇവിടെ ഈ വാണിയമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കൂലിയും കാര്യങ്ങളും കഴിച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് പോയി. അവിടെ നിന്ന് ഇല്ലല്ല. അപ്പൊ ഇവിടെ വന്നപ്പോ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സാഹചര്യം. ഇവിടുന്ന് അച്ഛന്റെ കുറെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാലും ഏറെ സന്തോഷമായിരുന്നൊരു സമാധാനമായിരുന്നു. പക്ഷെ ആരും കാണുന്നില്ല. ഇങ്ങനെ പോകുമ്പോ കാണൂല. പിന്നെ കണ്ടാലും ആർക്കും അറിയുണ്ടാവില്ല. വേണമെങ്കിൽ അല്ലേ നടന്നൊക്കെ പോകുമ്പോ അമ്മേന്റെ അടുത്തിനോട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ അപ്പൊ എന്താ വെച്ചാല്
കണ്ടതില്ലേ അത് രണ്ടാ കൂടി ഒരു ഫോട്ടോ എടുക്കാനൂടി പറ്റിയില്ല. അത് പെട്ടെന്നൊരു ഇതായിപ്പോയി. അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെ കേട്ടോ. നമ്മള് വണ്ടൂരെത്തി ഞമ്മള് വീട്ടിലേക്ക് പോവുകയാണ്. കുറെ സമയമായിട്ട് കേട്ടോ, 6 മണിയൊക്കെ ആവാൻ അയച്ചിട്ടുണ്ട്. ഇനി നമ്മക്ക് ഒരുക്കണം. നമ്മളെ ഓണം നാളെയാണ്, തിരുവോണം. അപ്പൊ എല്ലാരും ചേച്ചിമാരൊക്കെ വരും. പിന്നെ അവിടെ എല്ലാരും ഉണ്ടാവും. അപ്പൊ നമ്മള് ഓണം നാളെ. കിട്ടിയോ കിട്ടിയോ? കിട്ടി. ഒരു ടൗണിലെത്തി. കേറപ്പോ നമ്മളെ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് പോയിപ്പോ വാങ്ങി പോന്നു. ഇനി നമ്മളെ നാളേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങായി. കണ്ടോ, പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി നാട്ടാണ് കേട്ടോ. എല്ലാവർക്കും ബൈ.